പ്രൊഫസർ മമ്മൂട്ടി വാക്ക് പാലിച്ചു. നടന്നു തുടങ്ങിയാൽ സന്ധ്യയെ നേരിൽ കാണാമെന്ന ഉറപ്പാണ് പാലിച്ചത്. അടിമാലിയിലെ മണ്ണിടിച്ചിലിൽ കാൽ നഷ്ടപ്പെട്ട സന്ധ്യ കൃത്രിമ കാലിൽ നടന്നു തുടങ്ങിയപ്പോഴാണ് മമ്മൂട്ടി രാജഗിരി ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത്. പയ്യെ നടക്കാറാവണം. രണ്ട് സമ്മാനങ്ങളുമായാണ് മമ്മൂട്ടി സന്ധ്യയുടെ അരികിലേക്ക് എത്തിയത്. കയ്യിലൊരു സാരിയും ഒരു പൂച്ചെടിയും. കൃത്രിമക്കാലിൽ നടന്നു തുടങ്ങിയ സന്ധ്യയുടെ വലിയ ആഗ്രഹമായിരുന്നു മമ്മൂട്ടിയെ നേരിൽ കണ്ട് നന്ദി പറയുക എന്നത്. ചികിത്സയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് മമ്മൂട്ടി ഷൂട്ടിങ്ങുമായി അടുത്ത് തന്നെ ഉണ്ട് എന്നറിയുന്നത്. നേരിൽ കാണാനായി താല്പര്യം സന്ധ്യ അറിയിച്ചതോടെ മമ്മൂട്ടി രാജഗിരി ആശുപത്രിയിലേക്ക് എത്തി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂട്ടിനെ കാണുന്നത്. പയ്യെ നടക്കാം, 2-3 സ്റ്റെപ്പൊക്കെ വെക്കാം, കയ്യെ പിടിച്ചാൽ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ. അടിമാലി കൂമ്പൻപാറയിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ ഇരയാണ് സന്ധ്യ. മണ്ണിടിച്ചിലിൽ വീട് പൂർണ്ണമായും തകർന്നു. ഭർത്താവ് ബിജു കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരിച്ചു. മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിലാണ് സന്ധ്യയെ പുറത്തെത്തിക്കുന്നത്. അപ്പോഴേക്കും കാൽ നഷ്ടപ്പെട്ടിരുന്നു. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ സന്നദ്ധ സംഘടനയാണ് സന്ധ്യയ്ക്ക് കൃത്രിമക്കാൽ വച്ചു നൽകിയത്. സന്ധ്യയുടെ തകർന്ന വീടിന് പകരം പുതിയൊരു വീട്, അതും വൈകാതെ നടക്കുമെന്ന ഉറപ്പ് നൽകിയാണ് മമ്മൂട്ടി മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.